നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന അച്യുത. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? വായിക്കട്ടെ പ്രഭുജി. ഓക്കെ, സഞ്ജീവനി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമാം ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന വാസുദ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത ശ്രീലപ്രഭുപാദ് ജയ്. അവരിൽ സവിശേഷാനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസ്സിനെ അകറ്റുന്നു. ഭാവാർത്ഥം. ചൈതന്യ മഹാപ്രഭു വാരണാസിയിൽ താമസിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉദ്ഘോഷിച്ചു നടക്കെ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അക്കാലത്ത് ബനാറസിൽ വലിയ സ്വാധീന ശക്തി ഉണ്ടായിരുന്ന പ്രകാശാനന്ദ സരസ്വതി എന്ന മഹാപണ്ഡിതൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഒരു വികാരജീവി എന്ന് പറഞ്ഞ് അപഹസിച്ചു. തത്വജ്ഞാനികൾ എന്ന് പറയുന്നവർ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഭക്തന്മാരിൽ മിക്കവരും അജ്ഞാന തമസിൽപ്പെട്ടവരും വൈജ്ഞാനികമായി വെറും ബാലന്മാരും വികാരഭരിതരുമാണെന്നും അവർ കരുതുന്നു. ഇത് ശരിയല്ല. ഭക്തിയുടെ സിദ്ധാന്തങ്ങൾ നിരത്തിവെച്ച അനേകം മഹാപണ്ഡിതന്മാരുണ്ട്. ഇത്തരം കൃതികളുടെയോ ആത്മീയ ഗുരുവിന്റെയോ സഹായം തേടാൻ കഴിഞ്ഞില്ലെന്നു വരികിലും നിർവ്യാജമായ ഭഗവത് ഭക്തിയുഗ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് സ്വഹൃദയസ്ഥനായ കൃഷ്ണൻ തന്നെ സഹായത്തിനെത്തും. ഏതു വിധത്തിലും കൃഷ്ണാവബോധം ലഭിച്ച നിർവ്യാജ ഭക്തന് ജ്ഞാനം ലഭിക്കാതെ വരില്ല. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുഗ സേവനത്തിൽ ഏർപ്പെടുക എന്നതാണ് ഏക യോഗ്യത. വിവേചന ബുദ്ധി ഉപയോഗിക്കാതെ ശുദ്ധജ്ഞാനം ഉണ്ടാവില്ലെന്നാണ് ആധുനിക തത്വജ്ഞാനികൾ കരുതുന്നത്. ഇതിന് ഭഗവാൻ തന്നെ ഈ ശ്ലോകത്തിലൂടെ ഉത്തരം നൽകുന്നു. വിദ്യാഭ്യാസമോ വൈദിക പ്രമാണങ്ങളെപ്പറ്റി വേണ്ടത്ര അറിവോ ഇല്ലാത്തവർക്ക് പോലും ശുദ്ധഭക്തിപൂർവ്വം സേവിക്കുന്നതായാൽ തന്റെ സഹായം ലഭിക്കുമെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. നിരപേക്ഷ തത്വത്തെ, പരമതത്വത്തെ, ദിവ്യോത്തമ പുരുഷനെ ഊഹോപോഹങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനാവില്ലെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. മാനസിക പ്രയത്നം കൊണ്ട് മാത്രം ഭഗവാനെ കുറിച്ച് അറിയാനോ അദ്ദേഹത്തെ പ്രാപിക്കാനോ സാധിക്കുകയില്ല. അത്രയും മാഹാത്മ്യമുണ്ട് അദ്ദേഹത്തിന്. മനുഷ്യൻ ഊഹോപോഹ വ്യഗ്രനായിക്കൊണ്ട് കോടാനുകോടി വർഷങ്ങൾ കഴിച്ചു കൂട്ടിയാലും ശരി, ഭക്തനല്ലെങ്കിൽ പരമതത്വപ്രേമി അല്ലെങ്കിൽ ഒരിക്കലും ആ പരമസത്യത്തെ കൃഷ്ണനെ അറിയാൻ സാധിക്കുകയില്ല. ഭക്തിപൂർവം ചെയ്യുന്ന സേവനം കൊണ്ട് മാത്രമേ അദ്ദേഹം പ്രസാദിക്കൂ. ഭഗവാൻ തന്റെ അചിന്ത്യ ശക്തിയാൽ ഭക്തന്റെ ഹൃദയത്തിൽ സ്വയം വെളിവാകും. ഒരു വിശുദ്ധ ഭക്തന്റെ ഹൃദയത്തിൽ കൃഷ്ണൻ എപ്പോഴും വാഴുന്നുണ്ട്. സൂര്യ തേജസ്വിയായ അവിടുത്തെ സാന്നിധ്യത്തിൽ അജ്ഞാനാന്ധകാരം ഉടൻ നീങ്ങിപ്പോകുന്നു. ഇങ്ങനെയാണ് ഭഗവാൻ ശുദ്ധ ഭക്തജനത്തോടുള്ള വിശേഷ കാരുണ്യം കാട്ടുന്നത്. അനേക കോടി ജന്മങ്ങളിലെ ഭൗതികതാ സമ്പർക്കം മൂലം അടിഞ്ഞുകൂടിയ മാലിന്യത്താൽ ദൂസരമാണ് മനുഷ്യ ഹൃദയം. ഭക്തിയുഗ സേവനത്തിൽ ഏർപ്പെട്ട് നിരന്തരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിച്ചാൽ ഈ ധൂളിപടലം വേഗത്തിൽ നീങ്ങിപ്പോകുന്നു. വിശുദ്ധജ്ഞാനത്തിന്റെ വേദിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഈ ഭക്തിയുഗ സേവനം കൊണ്ടും മന്ത്രജപം കൊണ്ടും മാത്രമേ വിഷ്ണുപാദമാകുന്ന ആത്യന്തിക ലക്ഷ്യം പ്രാപിക്കാൻ കഴിയൂ. ഊഹോപോഹങ്ങൾക്കും വാദങ്ങൾക്കും അവിടെ എത്തിക്കാനുള്ള കഴിവില്ല. ജീവിതത്തിന് വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെ പറ്റി ഭക്തൻ വിഷമിക്കേണ്ടതില്ല. ഉത്കണ്ഠയും വേണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാൽ ഭക്തന്റെ സേവനത്താൽ സന്തുഷ്ടനായ ഭഗവാൻ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും. ഇതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരം. ഭഗവത്ഗീത പഠനം വഴി ഒരാൾക്ക് ഭഗവാന് സ്വയം സമർപ്പിതനായി തീരുവാൻ കഴിയും. ഭക്തിപൂർവം കൃഷ്ണന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യാം. സർവവും ഭഗവാൻ ഏറ്റെടുക്കുന്നതോടെ ഭക്തൻ ഭൗതിക പ്രയത്നങ്ങളിൽ നിന്നെല്ലാം തികച്ചും മുക്തനാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ ഈ ശ്ലോകത്തിൽ ആർക്കാണ് ആ ബുദ്ധിയോഗം നൽകുന്നത്,
എങ്ങനെയാണ് ബുദ്ധി യോഗം നൽകുന്നത് എന്ന് വിശദമാക്കുകയാണ്, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണ്. ഈ 4 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകത്തിൽ, 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞു. അഹം സർവസ്യ പ്രഭവോ മത്തസർവം പ്രവർത്തതെ. ഭഗവാന്റെ പൊസിഷൻ, ഭഗവാനാണ് പരമപുരുഷൻ എന്നുള്ള കാര്യം പറഞ്ഞു. അത് മനസ്സിലാക്കുന്ന ഭക്തന്മാർ ഏറ്റവും ബുദ്ധിമാന്മാരാണ്, അവർ ഭഗവാനെ പ്രേമപൂർവം സേവിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. 9ാമത്തെ ശ്ലോകത്തിൽ ആ ഭക്തന്മാരുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. അവരെന്താണ് ചെയ്യുന്നത്? മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച. അവരോട് എങ്ങനെയാണ് ഭഗവാൻ പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാമി. ഭഗവാനെ പ്രേമപൂർവം നിരന്തരമായിട്ട് സേവിക്കുന്നവർക്ക് എന്താണ് ഭഗവാൻ നൽകുന്നത്, എങ്ങനെയാണ് ഭഗവാൻ അവരോട് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം 10ാമത്തെ ശ്ലോകത്തിൽ പറയും. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. ഭഗവാനെ പ്രേമപൂർവം സേവിക്കുന്നവർക്ക് ഭഗവാൻ ആ ബുദ്ധിയോഗം നൽകുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് ബുദ്ധിയോഗം നൽകുന്നത്? ഭഗവാനിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ ധാമത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ബുദ്ധിയോഗം നൽകുന്നത്. ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തിതേ. ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താനുള്ള ബുദ്ധിവിശേഷം ഭഗവാൻ അവർക്ക് നൽകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ, 11ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ്, ഏത് പ്രോസസ്സിലൂടെയാണ് ഭഗവാൻ ആ ബുദ്ധിയോഗം നൽകുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? തേഷാം ഏവ അനുകമ്പാർത്ഥം. നേരത്തെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഭക്തന്മാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. തേഷാം, എങ്ങനെയുള്ളവരുടെ ഭജതാം പ്രീതിപൂർവകം. ഭഗവാനെ പ്രീതിപൂർവം ആരാധിക്കുന്നവരോട് ഭഗവാൻ എന്തുണ്ടാകും? ഭഗവാന് അനുകമ്പയുണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഭഗവാൻ ഒരു വ്യക്തിയാണ്, അല്ലെ? ഭഗവാൻ ഒരു വ്യക്തിയായതുകൊണ്ട് ഭഗവാൻ എല്ലാവിധ ആഗ്രഹങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ട്. ഭഗവാൻ ഒരു പ്രകാശമോ കല്ലോ ഒന്നുമല്ല. ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഭഗവാൻ ഒരു വ്യക്തി ആയതുകൊണ്ട് തനിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരോട് ഭഗവാന് വളരെയധികം സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, അനുകമ്പയുണ്ട്, കാരുണ്യമുണ്ട്. ആ കാരുണ്യമുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇത് വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ അവിടെ മിണ്ടാതിരുന്നാൽ മതി, ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീലകളും ചെയ്തിരുന്നാൽ മതി. പക്ഷെ ഭഗവാന് കാരുണ്യമുള്ളത് കൊണ്ടാണ്, ഭക്തന്മാരോട് കാരുണ്യമുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇവിടേക്ക് വന്ന് സംഭവാമി യുഗേ യുഗന്തോറും വന്ന് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞു നൽകുന്നത്. അപ്പം അവരോട് അനുകമ്പയുണ്ടാകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനോട് സ്നേഹപൂർവം, ഭഗവാനെ പ്രേമപൂർവം നിരന്തരമായിട്ട് സേവിക്കുന്നവരോട് ഭഗവാന് അനുകമ്പയുണ്ടാകും. തേഷാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം സമം. അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു ഇരുട്ട്, ഭൗതിക ലോകത്തിലുള്ളവരുടെ ഹൃദയത്തിൽ ഇരുട്ടാണ് ഉണ്ടാവുക. എന്താണ് ഇരുട്ട്? കാമം, ക്രോധം, മതം, മാത്സര്യം, ഇങ്ങനെയുള്ള ഭൗതിക ചിന്തകൾ, ശത്രുത, ഇതൊക്കെ ഇരുട്ടാണ്, അല്ലെ? ആ ഇരുട്ടിന് എന്ത് ചെയ്യും? അജ്ഞാനജം തമ. തമോഗുണത്തിൽ നിന്നാണ് ആ അജ്ഞാനം ഉണ്ടായിട്ടുള്ളത്. തമോഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ അജ്ഞാനത്തെ, ആ അജ്ഞാന തമസ്സിനെ, അജ്ഞാനമാകുന്ന ഇരുട്ടിന് ഭഗവാൻ എന്ത് ചെയ്യും? നാശയാമി ആത്മഭാവസ്തു. ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെ അവരുടെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ജ്ഞാനദീപേന ഭാസ്വത. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ജ്ഞാനവും അവരുടെ ഹൃദയത്തിലിരുന്ന് നൽകാൻ ഭഗവാന് സാധിക്കും. സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത ഹൃദി ജ്ഞാനം ആബോഹനം. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ജ്ഞാനവും ഭഗവാൻ തന്നെ നൽകുമെന്ന് പറയും. ആരോടാണോ ഭഗവാൻ അനുകമ്പ തോന്നുന്നത്, അവർക്ക് ഭക്തിയിൽ മുന്നേറുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസും എല്ലാവിധ ബുദ്ധിവിശേഷവും നൽകാൻ ഭഗവാന് സാധിക്കും. ഭഗവാൻ അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നും അകത്തു നിന്നും ഭഗവാൻ ബുദ്ധി നൽകും, അല്ലെ? പുറത്തു നിന്ന് നൽകുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധി ആവശ്യമാണ്.
ബുദ്ധിയില്ലാത്തവർക്ക് പുറത്തു നിന്നും ഇൻഫർമേഷൻ കൊടുത്താലും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ അകത്ത് ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ, ബുദ്ധി പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യങ്ങളെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. വ്യക്തമായി മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ബുദ്ധിയുടെ ഡെഫിനിഷൻ ഭാഗവതത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ? വസ്തുതകളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് ഭഗവാൻ നൽകുമെന്നാണ് പറയുന്നത്. അത് നൽകിയിട്ടില്ലെങ്കിൽ പുറമേ നിന്ന് എത്ര ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും, പുറമേ നിന്ന് എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ ഭഗവാൻ അതിന് സഹായിക്കും. ഭഗവാൻ അങ്ങനെയുള്ള എല്ലാവിധ അജ്ഞാനത്തിനെയും ഇല്ലാതാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിയോഗം നൽകും എന്നത്. അതിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് പറയുന്നത്? ഭക്തന്മാർ ഒരിക്കലും അജ്ഞന്മാരായിരിക്കില്ല. കാരണം എന്താണ്? ഒരാൾ ഭക്തിയിലേക്ക് വന്നാൽ തന്നെ ആ വ്യക്തിക്ക് ജ്ഞാനമുണ്ട് എന്നാണ് അർത്ഥം. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത് തന്നെ എപ്പോഴാണ്? ഒരുപാട് ജന്മങ്ങളിലൂടെ സഞ്ചരിച്ച് ജ്ഞാനമാർജിച്ചതിന് ശേഷമാണ്. എന്താണ് ജ്ഞാനം? വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭം. ഏറ്റവും വലിയ ജ്ഞാനം ആർക്കുണ്ട്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാം എന്നുള്ള ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. അത് നേടിയിട്ടുള്ളവരാണ് ഭക്തന്മാർ. അതുകൊണ്ട് ഭക്തന്മാരെ ഒരിക്കലും നമുക്ക് അജ്ഞാനികളാണെന്ന് പറയാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ പറയാറുണ്ട്, ഈ ഭക്തിയോഗം കുറച്ച് ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജ്ഞാനം ആർജിക്കാൻ സാധിക്കാത്തവർക്കാണ് ഭക്തിയോഗം എന്നാണ് സാധാരണ ആളുകൾ, പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ പറയുക. അതിന്റെ ഉദാഹരണം ഇവിടെ ശ്രീല പ്രഭുപാദർ കൊടുക്കുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ നാമം ജപിച്ച് അതിന്റെ ആ ഒരു ആനന്ദ നിർവൃതി നൃത്തം ചെയ്തുകൊണ്ട് ഭാരതത്തിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രകാശാനന്ദ സരസ്വതി വലിയ മായാവാദി പണ്ഡിതനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇതൊന്നും സന്യാസിമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സന്യാസിമാർ ഒരു സ്ഥലത്തിരുന്ന് പുസ്തകം പഠിക്കുകയാണ് വേണ്ടത്. സന്യാസിമാർ ഇങ്ങനെ നൃത്തം ചെയ്ത് പാട്ടുപാടി നൃത്തം ചെയ്ത് നടക്കാൻ പാടില്ല. അതൊക്കെ അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. വികാരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാരാണ് ചെയ്യുന്നത്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ? ചൈതന്യ മഹാപ്രഭു ആണ് ഭഗവാന്റെ നാമം ജപിച്ച് നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭുവിനെയാണ് ഇവർ പറയുന്നത് എന്ത്? അത് അജ്ഞാനം കൊണ്ടാണെന്ന് പറയും. അപ്പൊ അത് പൊതുവെ നമ്മുടെ എല്ലാ കാലത്തും ഉള്ളതാണ്. ഭക്തന്മാർ ബുദ്ധി കുറഞ്ഞവരാണ് എന്ന് പറയുന്നത്. പക്ഷെ ഭക്തന്മാർക്ക് ഏറ്റവും വലിയ ബുദ്ധിയുണ്ട്. എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നുള്ള ജ്ഞാനം അവർക്ക് ഒരുപാട് ജന്മത്തിന് ശേഷം ലഭിച്ചതാണ്. ഈ പറയുന്ന ജ്ഞാനിക്ക് ആ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഇനി ഒരുപാട് ജന്മം കഴിയണം. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ തന്നെ ബുദ്ധിമാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ബുധാ ഭാവസമന്വിത അല്ലെ? അപ്പം അങ്ങനെ പറയുന്നത് കേട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാനെ തന്നെ അവർ പറയുന്നു. ചൈതന്യ മഹാപ്രഭുവിന് തന്നെ ബുദ്ധിയില്ല എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ അത് സാധാരണമാണ്, ഈ ഭൗതിക ലോകത്തില് സാധാരണമാണ് എന്നാണ് പറയുന്നത്. കൂടുതൽ ബുദ്ധി ഭഗവാൻ നൽകുകയും ചെയ്യും. അവർക്ക് ഭക്തിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടത്, ഓരോ സ്റ്റെപ്പും മുന്നോട്ട് എങ്ങനെയാണ് എടുത്തു വെക്കേണ്ടത് എന്നുള്ള കാര്യം ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭക്തന് കൊടുക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീലപ്രഭാതർ എഴുതിയിട്ടുള്ള എല്ലാ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറയുന്നത്? ഏത് വിധത്തിലും കൃഷ്ണാബോധം ലഭിച്ച നിർവ്യാജ ഭക്തന് ജ്ഞാനം ലഭിക്കാതെ വരില്ല. നിർവ്യാജ ഭക്തൻ വളരെ സിൻസിയർ ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഭക്തി ചെയ്യുന്നവർ, മറ്റേതെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ച് ഭക്തി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല. നിർവ്യാജ ഭക്തന് എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. നിർവ്യാജ ഭക്തന് ജ്ഞാനം ലഭിക്കാതെ വരില്ല. അവരുടെ സാഹചര്യം എന്തായാലും അവർക്ക് നേരിട്ട് ഗുരുവിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഭഗവാൻ എന്ത് നൽകും? ഹൃദയത്തിലിരുന്നു കൊണ്ട് അവരെ സഹായിക്കും. ആ ഒരു കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത.
നമ്മുടെ ഹൃദയത്തിലുള്ള അജ്ഞാനം മുഴുവൻ ഭഗവാൻ തന്നെ ജ്ഞാനദീപം കൊണ്ട് ഇല്ലാതാക്കുമെന്നത്. അതിന്റെ പ്രക്രിയയും നമ്മൾക്കറിയാം. ഭഗവാന്റെ നാമം ജപിക്കുന്നത് തന്നെ ഈ അജ്ഞാനം ഇല്ലാതാക്കാനുള്ള മെത്തേഡാണ്. ചൈതന്യ മഹാപ്രഭു ആ മെത്തേഡ് നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഇത് പബ്ലിക് നോളജായി അല്ലെ? ഇത് രഹസ്യമായിട്ട് ഭഗവാൻ നൽകുന്നതായിരുന്നു ഭക്തന്മാർക്ക്. ഭഗവാൻ ഇവിടെ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ച സമയത്ത് എല്ലാവരോടും പറഞ്ഞു, ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവചന്ദ്രിക വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. എന്ത് ചെയ്താൽ മതി? നമ്മൾ ശ്രീകൃഷ്ണ സങ്കീർത്തനം ചെയ്താൽ മതി. കൃഷ്ണ കീർത്തനം ചെയ്യുകയാണ് വേണ്ടത്. കൃഷ്ണ കീർത്തനം ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും? ചേതോദർപ്പണമാർജനം. നമ്മുടെ ഹൃദയത്തിലുള്ള ഈ അജ്ഞാനം മുഴുവൻ ഇല്ലാതായിക്കോളും എന്നുള്ള കാര്യം ഭഗവാൻ പബ്ലിക്കായിട്ട് ഇവിടെ വന്നിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്താൽ മാത്രം മതി. ആരൊക്കെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, അതേപോലെ ഇവിടെ ശിലപ്രഭാതർ പറഞ്ഞതുപോലെ നിർവ്യാജമായിട്ട് ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് എല്ലാവിധ ബുദ്ധിവിശേഷവും ഭഗവാൻ തന്നെ നൽകും എന്ന് ശിലപ്രഭാതര് സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതുന്നത്. അല്ലെ, ശിലപ്രഭാതർ ഭക്തി വേദാന്ത സ്വാമി ശീലപ്രഭുപാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഭക്തി വേദാന്തിയാണ്. അപ്പൊ ഭക്തന്മാർ നമ്മൾ സാധാരണ കരുതുന്നത് പോലെ അജ്ഞാനികളല്ല. ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല അവർ ഭക്തി സ്വീകരിച്ചിട്ടുള്ളത്. അല്ലെ, ശീലപ്രഭാതർ എഴുതിയ അത്രയും ലിറ്ററേച്ചർ, വേദിക് ലിറ്ററേച്ചർ ഇന്നത്തെ അടുത്ത കാലത്തൊന്നും ആരും എഴുതിയിട്ടില്ല. വേദങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പുസ്തകങ്ങൾ. ഭാഗവതത്തിന് ഇത്രയും വലിയ കമന്ററി, 18 വോളിയമായിട്ട് ഭാഗവതം, ശ്രീമദ് ഭാഗവതം. ഓരോ ശ്ലോകത്തിലും ഓരോ വാക്കിനും വിശദീകരണം, അതിന്റെ മുഴുവൻ വിശദീകരണം. ഇങ്ങനെ ഇത്രയും സ്കോളർലി ആയിട്ടുള്ള ഒരു ബുക്ക് നമ്മൾക്ക് എവിടെയും കിട്ടാൻ സാധിക്കുകയില്ല. ഭഗവത്ഗീത, ഭാഗവതം, ഈശാവാസ്യം ഉപനിഷത്ത്, ചൈതന്യ ചരിതാമൃതം, ഇതിനൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം. അതാര് ചെയ്തിട്ടുള്ളതാണ്? ഭക്തൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഭക്തന്മാരെന്ന് പറയുന്നത് അജ്ഞാനികളായിട്ടുള്ള ആളുകളൊന്നുമല്ല, ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഭക്തി സ്വീകരിക്കുന്നത് എന്ന് ശീലപ്രഭാതർ ഇവിടെ പറയും. കാരണം എന്താണ്? അവർക്ക് ഭഗവാൻ തന്നെ ഇന്റലിജൻസ് നൽകുന്നുണ്ട്. ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഈ പുസ്തകങ്ങളൊന്നും ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എഴുതിയതല്ല, ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്ന് ശീലപ്രഭാതർ പറയും. അപ്പം ഭക്തന്മാർ ഒരിക്കലും അജ്ഞാനികളാവുകയില്ല. കാരണം എന്താണ്? ഭഗവാൻ എപ്പോഴും ഹൃദയത്തിൽ ഇരുന്നിട്ട് അവർക്ക് വേണ്ട ജ്ഞാനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭഗവാനുമായിട്ട് അവർക്ക് നേരിട്ട് സമ്പർക്കമുണ്ട്, ഭഗവാനുമായിട്ട് നേരിട്ട് കണക്ഷൻ. പിന്നെ എങ്ങനെയാണ് അവര് അജ്ഞാനികളാകുന്നത്? അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാർ, നിർവ്യാജ ഭക്തന്മാർ, സിൻസിയർ ആയിട്ടുള്ള ഭക്തന്മാർ ഒരിക്കലും അജ്ഞാനികളാകാൻ യാതൊരുവിധ സാധ്യതയുമില്ല. കാരണം ഭഗവാൻ തന്നെ അവരുടെ ഹൃദയത്തിലിരുന്ന് അവരുടെ എല്ലാവിധ അജ്ഞാനവും ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുകയാണ്. തേഷാം ഏവാനഗംബാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അങ്ങനെ ജ്ഞാനദീപം കൊണ്ട് നമ്മുടെ അജ്ഞാനം ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഭാവാർത്ഥത്തിന്റെ അവസാനത്തെ പാരഗ്രാഫില് ശീലപ്രഭാതർ പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ അജ്ഞാനം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ഉത്കണ്ഠയും നമ്മുടെ ടെൻഷനും ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി നമ്മൾ വലിയ ടെൻഷനിലാണ് അല്ലെ? ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾക്ക് വലിയ ഉത്കണ്ഠകളാണ്, ടെൻഷനുകളാണ്. അതെന്താവും ഇതെന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ടെൻഷൻ. ആ ടെൻഷനുകളൊക്കെ ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്കുണ്ടാകും. ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മൾക്ക് ബോധ്യപ്പെടും. അല്ല, നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നത്. ഭയം ദ്വിതീയ അഭിനിവേശസ്യ ഭാഗവതത്തിൽ പറഞ്ഞു. എങ്ങനെയാണ് ഉത്കണ്ഠ ഉണ്ടാകുന്നത്? എവിടുന്നാണ് ഉത്കണ്ഠ ഉണ്ടാകുന്നത്? എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അല്ലെ, നമ്മൾക്ക് ചുറ്റുപാടും എല്ലാവരും ഉണ്ടാവും. ഭാര്യയ്ക്ക് ഭർത്താവ് ഉണ്ടാവും, അതേപോലെ മക്കളുണ്ടാവും, അതേപോലെ കുടുംബക്കാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, നാട്ടുകാരുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഉത്കണ്ഠയാണ്. ഇവരാരും എന്നെ സംരക്ഷിക്കാനുള്ള ഇല്ല
എന്ന് നമ്മൾക്ക് ഉത്കണ്ഠയുണ്ടാകും. അപ്പൊ നമ്മൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഭഗവാനെ മറന്നുപോയത് കൊണ്ടാണ് നമ്മൾക്ക് ആ ഉത്കണ്ഠ. ഭയം ദ്വിതീയാ അഭിനിവേശസ്യ. ഭഗവാനെ മറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉത്കണ്ഠയുണ്ടാകും. പക്ഷെ വീണ്ടും തിരിച്ച് ഭഗവാനെ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഉത്കണ്ഠ മുഴുവൻ ഇല്ലാതാവും. അപ്പൊ ഭഗവാൻ ജ്ഞാനം നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജ്ഞാനം നൽകുന്നത്? നമ്മൾക്ക് കുറെ ഗ്രാമർ മനസ്സിലാകുകയല്ല, നമ്മൾക്ക് കുറെ ശ്ലോകം പറയാനുള്ള കഴിവുണ്ടാവുകയല്ല ജ്ഞാനം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് യഥാർത്ഥ ജ്ഞാനം? ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ജ്ഞാനമാണ് ഭഗവാൻ നമ്മൾക്ക് നൽകുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ കൂടെ തന്നെയുണ്ട്, ഇത് ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നുള്ള ഒരു ജ്ഞാനമാണ് നമ്മൾക്ക് നൽകുന്നത്. ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനിൽ ഉറച്ച വിശ്വാസമുണ്ടാകും. പിന്നെ ഈ ഭൗതിക ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതാണ് യഥാർത്ഥ ജ്ഞാനം. ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളതാണ് ജ്ഞാനം, വേറെ ഒന്നുമല്ല. അല്ലെ, സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യമോ അല്ലെങ്കിൽ കുറെ ശ്ലോകങ്ങൾ അറിയുന്നതൊന്നുമല്ല ജ്ഞാനം. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം. ആ ജ്ഞാനം നൽകുന്നതോടുകൂടി നമ്മൾക്ക് ഉറപ്പാവും ഭഗവാൻ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാന്റെ പദ്ധതിയാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാവും. അതോടുകൂടി ആ ഭൗതികമായിട്ടുള്ള ഉത്കണ്ഠകളിൽ നിന്ന് ആ വ്യക്തി മുക്തനായിട്ട് മാറുന്നു. അതാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം. ജ്ഞാനം യഥാർത്ഥത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മുക്താത്മാവായിട്ട് മാറുന്നു. ഉത്കണ്ഠകളിൽ നിന്ന് അദ്ദേഹം സ്വതന്ത്രമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ ജ്ഞാനം എങ്ങനെയാണ് നൽകുന്നത്, അത് ലഭിച്ചാലുള്ള നേട്ടം എന്താണ് എന്ന് ശ്രീല പ്രഭാകർ വിശദമായിട്ട് പറഞ്ഞു തന്നു. യെസ്, സമയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 11ാമത്തെ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പൊ സംശയമൊന്നുമില്ല വിചാരിക്കുന്നു. അടുത്തതായിട്ട് അർജുനൻ തിരിച്ചു പറയുന്നതാണ്. ഭഗവാനെ കുറിച്ചുള്ള സത്യമൊക്കെ കേട്ടതിന് ശേഷം അർജുനൻ എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്? അർജുനന് ഭഗവാനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അല്ല, കാരണം ഭഗവത്ഗീതയുടെ ഈ അടുത്ത കാലത്തെ ആദ്യത്തെ ശിഷ്യനാണ് അർജുനൻ. അർജുനൻ എങ്ങനെയാണ് ഭഗവത്ഗീത സ്വീകരിച്ചത്? ഭഗവാനെ എങ്ങനെയാണ് അർജുനൻ അംഗീകരിച്ചത്? അതേപടി നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾക്കും ഭഗവത്ഗീത മനസ്സിലാവും. ഭഗവാനെ അർജുനൻ അംഗീകരിച്ചതുപോലെ നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് അർജുനൻ ഭഗവാനെ കണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ അർജുനൻ പറയുന്നുണ്ട്. അർജുന വാച 12-13 ശ്ലോകങ്ങളിൽ പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്താം ഋഷയ സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവേശി. ഏത് രീതിയിലാണ് അർജുനൻ ഭഗവാനെ കണ്ടതെന്ന് വിശദമാക്കുകയാണ്. യെസ്, സമയമുണ്ടോ? പ്രഭു, ടൈം 9:15 ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദം വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യ ആദിദേവമജം വിഭും. ശ്ലോകം 13. ആഹുസ്ത്വാമൃഷയഃ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. വിവർത്തനം. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭഗവാൻ തന്നെ. സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നി പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ഇവിടെ ഭഗവാൻ ആധുനിക തത്വചിന്തകൾക്ക് ഒരവസരം നൽകുകയാണ്.
പരമപ്രഭു വ്യക്തിഗത ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അർജുനൻ ഭഗവത്ഗീതയുടെ കഴമ്പായ ഈ അധ്യായത്തിലെ 4 ശ്ലോകങ്ങൾ കേട്ട ശേഷം സർവ്വ സംശയങ്ങളും തീർന്ന കൃഷ്ണനെ പരമപുരുഷനായി അംഗീകരിച്ചുകൊണ്ട് ഘോഷിക്കുന്നു. അങ്ങ് പരബ്രഹ്മമാണ്, പരമപുരുഷനാണ്. ചരാചരങ്ങളുടെയെല്ലാം ഉൽപ്പത്തി തന്നിൽ നിന്നാണെന്ന് മുമ്പ് തന്നെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദേവന്മാരും മനുഷ്യരും അവിടുത്തെ ആശ്രിതരാണ്. മനുഷ്യരും ദേവഗണങ്ങളും അജ്ഞാനം കൊണ്ട് തങ്ങൾ പരമപുരുഷനായ ഭഗവാനിൽ നിന്ന് ഭിന്നരാണെന്നും സ്വതന്ത്രരാണെന്നും വിചാരിക്കുന്നു. ഭഗവത് സേവന പ്രക്രിയയാൽ ആ ജ്ഞാനം നീങ്ങിപ്പോകുമെന്ന് കൃഷ്ണൻ മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ കൃഷ്ണന്റെ കനിവു മൂലം അർജുനന് ദൈവികാജ്ഞയുടെ പിൻബലത്താൽ അദ്ദേഹത്തെ പരമതത്വമായി അംഗീകരിക്കാൻ കഴിയുന്നു. കൃഷ്ണൻ തന്റെ ആത്മമിത്രമായതുകൊണ്ട് അർജുനൻ അദ്ദേഹത്തെ നിരപേക്ഷ തത്വമെന്നും പരമപുരുഷനെന്നും മറ്റും മുഖസ്തുതി പറയുകയല്ല. അർജുനന്റെ ഈ വാക്കുകൾക്ക് വേദപ്രാമാണ്യമുണ്ട്. ഭക്തിയോടെ സേവനനിരതനായിരിക്കുന്നവനെ ഭഗവാനെ അറിയാൻ കഴിയൂ എന്നതാണ് വൈദികാജ്ഞ. മറ്റാർക്കും അത് സാധ്യമല്ല. ഈ ശ്ലോകത്തിലെ അർജുനൻ പറയുന്ന ഓരോ പദവും വേദങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരബ്രഹ്മമാണ് ചരാചരങ്ങളുടെയെല്ലാം വിശ്രമസ്ഥാനമെന്ന് കേനോപനിഷത്തിൽ കാണുന്നു. എല്ലാം എന്നിൽ വിശ്രമിക്കുന്നുവെന്ന് കൃഷ്ണനും പറയുന്നുണ്ട്. എല്ലാറ്റിനും വിശ്രമസ്ഥാനമായ പരമപുരുഷനെ സാക്ഷാത്കരിക്കാൻ നിരന്തരം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നവർക്കേ സാധിക്കൂ എന്ന് മുണ്ഡകോപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഭക്തിയുത സേവനത്തിന്റെ ഒരു പ്രക്രിയയാണ് നിരന്തരമായ ഈ കൃഷ്ണാനുസ്മരണം. കൃഷ്ണനെ ഭക്തിപൂർവ്വം സേവിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരാൾക്ക് തന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാനും ഭൗതിക ശരീരത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കാനും സാധിക്കൂ. പവിത്രരിൽ വെച്ച് പവിത്രനാണ് പരമപുരുഷനായ ഭഗവാൻ എന്ന് വേദങ്ങൾ വാഴ്ത്തുന്നു. കൃഷ്ണന്റെ ഈ അത്യന്ത പവിത്രത മനസ്സിലാക്കിയവർ പാപങ്ങൾ നീങ്ങി വിശുദ്ധരാകുന്നു. ഭഗവാന് സ്വയം സമർപ്പിതരാകാതെ ആർക്കും പാപപ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിയാനാവില്ല. അർജുനൻ ഇവിടെ വേദാനുസൃതമായി കൃഷ്ണന്റെ പരമപവിത്രത അംഗീകരിക്കുന്നു. നാരദാദികളായ എല്ലാ മഹാത്മാക്കളെയും പോലെ തന്നെ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. കൃഷ്ണനെ എപ്പോഴും ധ്യാനിക്കുകയും അദ്ദേഹവുമായി തന്റെ ദിവ്യമായ ബന്ധത്തെ ആസ്വദിക്കുകയും വേണം. പരമമായ സത്തയത്രേ കൃഷ്ണൻ. ശാരീരിക ആവശ്യങ്ങളോ ജനന മരണങ്ങളോ അദ്ദേഹത്തിനില്ല. അർജുനൻ മാത്രമല്ല, വൈദിക കൃതികളെല്ലാം പുരാണങ്ങളും ചരിത്രങ്ങളും ഇത് ഊന്നി പറയുന്നുണ്ട്. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ ഭഗവാൻ സ്വയം അരുളി ചെയ്യുന്നു, എനിക്ക് ജനനമില്ല. ധാർമ്മിക തത്വങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭഗവാനാണ് പരമമായ ഉത്ഭവസ്ഥാനം. എല്ലാ കാരണങ്ങളുടെയും കാരണമായ ഭഗവാന് വേറൊരു കാരണമില്ല എന്നു മാത്രമല്ല, എല്ലാം ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതുമാണ്. ഈ പരിപൂർണ ജ്ഞാനം പരമപുരുഷന്റെ കരുണയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അർജുനൻ ഇവിടെ പറയുന്നതെല്ലാം ഭഗവത് കാരുണ്യത്താൽ മാത്രമാണ്. നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 ശ്ലോകങ്ങളിലെയും പ്രസ്താവനകൾ അതേപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെയാണ് പാരമ്പര്യം അഥവാ ഗുരു ശിഷ്യ പരമ്പര രീതി എന്ന് പറയുന്നത്. ഈ ഗുരു ശിഷ്യ പരമ്പരയിൽ പെടാത്തവർക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം ഇതിന് പറ്റിയതല്ല. നിർഭാഗ്യവശാൽ ആധുനിക വിദ്യാഭ്യാസത്താൽ അഹങ്കരിക്കുന്നവർ വേദഗ്രന്ഥങ്ങളിൽ നിരവധി വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയാണെന്ന് പിടിവാശി മൂലമുള്ള ഉറച്ച വിശ്വാസം വച്ചുപുലർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യവാദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ഭഗവത്ഗീത കേട്ടിട്ടുള്ള ആദ്യത്തെ ശിഷ്യനായിട്ടുള്ള അർജുനൻ ഭഗവാനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയതെന്ന് അർജുനൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിധം ആഹുസ്താം ഋഷയ സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ ബ്രവീഷി. അർജുനൻ ഇവിടെ ഭഗവാനെ കുറിച്ച് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരംബ്രഹ്മം എന്നുള്ള കാര്യം. പരംബ്രഹ്മം അല്ലെ, നമ്മൾ ഒരിക്കലും പരബ്രഹ്മമല്ല. നമ്മളെ കുറിച്ച് നമ്മൾ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് വേദങ്ങളിൽ പറയുന്നു, അഹം ബ്രഹ്മാസ്മി. ആ ബ്രഹ്മത്തിന്റെയും ഉറവിടത്തിനെയാണ് പരംബ്രഹ്മം എന്ന് പറയുന്നത്. ശങ്കരാചാര്യർ പല സ്ഥലത്തും ഈ പരബ്രഹ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പരമേ ബ്രഹ്മണി കോപിന സക്ത എന്ന് പറയുന്നത് അല്ലെ. ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത,
പരമേ ബ്രഹ്മണി കോപിനസക്ത. പരമബ്രഹ്മത്തിൽ ആർക്കും താല്പര്യമില്ല. അവിടെ പരബ്രഹ്മം എന്ന് പറയുന്ന ആരെയാണ്? ഭഗവാനെ തന്നെയാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു സാക്ഷാത് മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറയും. ഈ ത്രിമൂർത്തികൾക്കും ഗുരുവായിട്ടിരിക്കുന്നതാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. ആ പരബ്രഹ്മം ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നിവിടെ അർജുനൻ വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരബ്രഹ്മം, ത്രിമൂർത്തികളുടെയും ഗുരുവായിട്ടിരിക്കുന്ന പരബ്രഹ്മം. ശങ്കരാചാര്യ പറയുന്ന പരബ്രഹ്മം എന്ന് പറയുന്ന ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പരം ബ്രഹ്മ പരം ധാമ. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തല്ല, പരബ്രഹ്മമല്ല, അല്ലെ? നമ്മള് ബ്രഹ്മമാകുന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് അഹം ബ്രഹ്മാസ്മി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഈശ്വരനാണ് എന്നുള്ള നിലവാരത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈശ്വരനാണ് എന്നല്ല, ആ പരബ്രഹ്മത്തിന്റെ അംശമായിട്ടുള്ള ബ്രഹ്മമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. പരബ്രഹ്മമായിട്ടുള്ള ഭഗവാന്റെ അംശമാണ് നമ്മൾ ജീവാത്മാവ്. ഭഗവാൻ പരമാത്മാവാണ്, നമ്മള് ജീവാത്മാവാണ്. അല്ല, എപ്പോഴും വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ച് ആത്മീയത മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ ഒരിക്കലും ഈശ്വരനായിട്ട് മാറുന്നില്ല. നമ്മൾ എല്ലാ കാലത്തും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പരമാത്മാവായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ പരബ്രഹ്മമായിട്ടിരിക്കുന്നത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആ ഒരു അർജുനന്റെ റിയലൈസേഷൻ ആണ് ഇവിടെ പറയുന്നത്. അർജുനൻ എന്താണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഇത് എവിടുന്നാണ് അർജുനൻ മനസ്സിലാക്കിയത് എന്നുള്ള കാര്യം അർജുനൻ പറയുന്നുണ്ട്. അർജുനൻ വെറുതെ പറയുന്നതല്ല. ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷിർ നാരദസ്തഥാ ആസിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ ബ്രവീഷിമേ. ഏറ്റവും ഉന്നതരായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഋഷീശ്വരന്മാർ വേദഗ്രന്ഥങ്ങളിലൂടെ നൽകിയിട്ടുള്ള ജ്ഞാനമാണ് ഭഗവാനെ കുറിച്ചുള്ള ഈ ഒരു ജ്ഞാനം. അല്ലെ, വ്യാസദേവനും ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. എന്താണ്? ജന്മാദ്യസ്യ യഥാ, എല്ലാറ്റിന്റെ ഉറവിടമായിട്ടുള്ള ഭഗവാൻ വാസുദേവന് നമസ്കാരം എന്നാണ് അവിടെ പറയുന്നത്. ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. വീണ്ടും അത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്ന് വീണ്ടും വ്യാസദേവൻ എഴുതി വെക്കുന്നുണ്ട്. എന്താണ് എഴുതി വെച്ചത്? ഏതേജാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സ്വയം ഭഗവാനാണ് കൃഷ്ണൻ. അദ്ദേഹം ഒരു ദേവനോ അല്ലെങ്കിൽ ഒരു അവതാരമോ ഒന്നുമല്ല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വ്യാസദേവൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആരാണ് കൃഷ്ണൻ എന്നുള്ളതിനെ കുറിച്ച് ഉത്തരം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അപ്പം ഇത്രയും ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നൊക്കെ കേട്ടിട്ടും അത് മനസ്സിലാക്കാത്ത ആളുകൾ വിഡ്ഢികളാണ് എന്ന് ഇവിടെ പറയുന്നത്. അവര് അധികാരികളെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാനെ കുറിച്ച് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരബ്രഹ്മമാണ് എന്നുള്ള കാര്യം അർജുനൻ പറയുന്നു. പരംബ്രഹ്മ പരംധാമ. പരംധാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്രമസ്ഥാനം. ജീവാത്മാവിന് എവിടെ എത്തിയാലാണോ റെസ്റ്റ് കിട്ടുന്നത് അതിനെയാണ് ധാമം എന്ന് പറയുന്നത്. ആ പരമമായിട്ടുള്ള ധാമവും ഭഗവാന്റെ ധാമം തന്നെയാണ്. അല്ലെ, ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. യദ് ഗത്വാന നിവർത്തന്തേ ന തദ് ഭാസയതോ സൂര്യോ ന ശശാങ്കോ ന പാവക യദ് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എന്റെ ധാമമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് ഭഗവാൻ തന്നെ വ്യക്തമാക്കുന്നു. അപ്പൊ ഭഗവാനാണ് യഥാർത്ഥ ആശ്രയസ്ഥാനം എന്ന് പറയുന്നത്. പവിത്രം എന്ന് പറയുന്നു. പരംധാമ പവിത്രം. ഭഗവാൻ പവിത്രമാണ് എന്ന് പറയുന്നു. ഏറ്റവും ശുദ്ധാവസ്ഥയിലുള്ള വ്യക്തി ശുദ്ധാവസ്ഥയിലാണ്, വിശുദ്ധ സത്വാവസ്ഥയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ ഒരിക്കലും ഭൗതിക മാലിന്യങ്ങൾ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ പവിത്രമാണ്. മാത്രമല്ല ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നവരും പവിത്രമായിട്ട് മാറുമെന്ന് പറയും. ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാകും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഏറ്റവും വലിയ ദുരാചാരിയാണെങ്കിൽ പോലും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവനെ സാധുവായിട്ട് കണക്കാക്കണം. കാരണം എന്താണ്? അവൻ പെട്ടെന്ന് പവിത്രീകരിച്ചോളും. ഭഗവാനോടാണ് അടുക്കുന്നത്, അല്ലെ? പവിത്രനായിട്ടുള്ള ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് പവിത്രമായിക്കോളും. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തി നികച്ചതി.
സൗന്ദര്യ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അവർ എത്രയും പെട്ടെന്ന് ശുദ്ധരായിക്കൊള്ളും. ഭഗവാനെ ശരണം പ്രാപിച്ചല്ലോ. അപ്പം പവിത്രനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിച്ചത് കൊണ്ട് അവരും എത്രയും പെട്ടെന്ന് പവിത്രമായിക്കോളും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അർജുനൻ ഭഗവാനെ കുറിച്ച് പവിത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. പവിത്രം പരമം ഭവാൻ, ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. വ്യത്യസ്ത ഈശ്വരന്മാരുണ്ട്, വ്യത്യസ്ത നിലവാരത്തിലുള്ള ഈശ്വരന്മാരുണ്ട്, നിയന്താക്കളുണ്ട്. അതിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള പരമം ഭവാൻ, പരമപുരുഷനായിട്ടുള്ള ഈശ്വരൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് പറയും. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവും പറയുന്നുണ്ട്. പരമ ഈശ്വരൻ ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം, എല്ലാ ലോകത്തിന്റെയും മഹേശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നുള്ള കാര്യം. പുരുഷം എന്ന് പറയുന്നത്, പുരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഭഗവാൻ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഓരോ ജീവാത്മാക്കളോടും ഭഗവാൻ പ്രത്യേകം രസവിനിമയങ്ങളുണ്ട്. ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം. പുരുഷം. ശാശ്വതം, ഭഗവാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഭഗവാൻ എല്ലാ കാലത്തുമുള്ള വ്യക്തിയാണ്. ആദ്യം പുരാണ പുരുഷം നവയൗവനം, പുരാണ പുരുഷനാണ് അല്ലെ. അപ്പം ഭഗവത്ഗീത പഠിച്ച ഒരാളും ചോദിക്കാൻ പാടില്ല ഭഗവാൻ ദ്വാപരയുഗത്തിലുണ്ടായ വ്യക്തിയല്ലേ, പിന്നെ എങ്ങനെയാണ് ത്രേതായുഗത്തിന് മുന്നേ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്? ഭഗവാൻ എല്ലാ കാലത്തുമുള്ള വ്യക്തിയാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്, പുരുഷം ശാശ്വതം. എല്ലാ കാലത്തും ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്. നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമാണ് അല്ലെ. എല്ലാ സമയത്തും സൂര്യനുണ്ട്. ഇപ്പോൾ സൂര്യനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? ഇപ്പോഴും സൂര്യനുണ്ട്, രാത്രി സമയമാണ്, പക്ഷെ സൂര്യനുണ്ട്. പക്ഷെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് സൂര്യൻ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അത് നമ്മുടെ ലിമിറ്റേഷനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ സമയത്തുമുള്ള വ്യക്തിയാണ്. ശാശ്വതം, പുരുഷം ശാശ്വതം, ദിവ്യം ആദിദേവം അജം വിഭും. ദിവ്യനാണ് ഭഗവാൻ. ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. ഭഗവാൻ ജനിക്കുന്ന വ്യക്തിയല്ല. ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ജന്മകർമ്മങ്ങൾ ദിവ്യമാണ് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ജന്മകർമ്മചമേ ദിവ്യം എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. ദിവ്യം ആദിദേവം, എല്ലാ രൂപങ്ങളുടെയും ഉറവിടം ഭഗവാനാണ്. നമ്മൾ എന്തെല്ലാം രൂപങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഉറവിടം ഭഗവാൻ തന്നെയാണ്. ആദിദേവം, എല്ലാ ദേവീദേവന്മാരുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണ്. അജം, ഭഗവാൻ ജനിച്ച് മരിച്ച് നടക്കുന്ന ഒരു സാധാരണ ജീവാത്മാവല്ല. പക്ഷെ ഭഗവാൻ ഭൗതിക ലോകത്തിലേക്കും പല സമയത്തും അവതരിക്കാറുണ്ട്. അജം വിഭും, ഭഗവാൻ വിഭുവാണ് അല്ലെ. ഭഗവാന്റെ വലുപ്പം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഭഗവാനെ വിഭു എന്ന് പറയുന്നത്. നമ്മൾ അണുവാണ്, നമ്മൾ ആറ്റോമിക് ആണ്. നമ്മുടെ സൈസ് വളരെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട് അല്ലെ. കേശാഗ്ര ശതഭാഗസ്യ ശതധോ കൽപ്പിതസ്യ. ഒരു കേശാഗ്രത്തിനെ നമ്മൾ 100ആയിട്ട് മുറിച്ച് അതിനെ വീണ്ടും 100ആയിട്ട് ഡിവൈഡ് ചെയ്തതിന്റെ ഒരു പോർഷനാണ് ഒരു ജീവ കണത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാന്റെ വലുപ്പം ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാനെ വിഭു എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അർജുനൻ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി. ഇത് ആർക്കൊക്കെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്കും ഭഗവത്ഗീത മനസ്സിലാകുമെന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അത് മനസ്സിലാക്കാത്തവർക്ക് ഒരിക്കലും ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല. എവിടെ നിന്ന് കേട്ടിട്ടാണ് അർജുനൻ ഇതൊക്കെ പറയുന്നത് എന്നാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആഹുസ്താം ഋഷേ സർവേ ദേവർഷിർ നാരദസ്തഥ അസിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ ബ്രവീഷിമേ. നേരത്തെ തന്നെ അർജുനൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഋഷേ സർവേ, എല്ലാ ഋഷിമാരും ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്. നാരദസ്തഥ, നാരദം മഹർഷി, അസിതൻ, ദേവലൻ, വ്യാസൻ, ഇങ്ങനെ പുരാതന മുനിമാരൊക്കെ ഇത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ശീലപ്രഭാതർ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്തെ പ്രമുഖരായിട്ടുള്ള ആചാര്യന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനെ അതേപടി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അല്ലെ. രാമാനുജാചാര്യർ, ശങ്കരാചാര്യർ, മധ്വാചാര്യർ, ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ആചാര്യന്റെ രൂപത്തിൽ അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനെ
അതേപടി അംഗീകരിക്കുന്നു. ഏകലേ ഈശ്വരകൃഷ്ണ ആരസഭൃത്യ എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ശങ്കരാചാര്യ എന്താണ് പറയുന്നത്? ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ. ആ ഏകനായിട്ടുള്ള ഈശ്വരൻ, വേദങ്ങളിൽ പറയുന്ന ഏകനായിട്ടുള്ള ഈശ്വരൻ ഭഗവാൻ ദേവകീപുത്രൻ തന്നെയാണ് എന്ന് ശങ്കരാചാര്യം പറയുന്നുണ്ട്. എല്ലാ ആചാര്യന്മാരും ഭഗവാൻ, പുരാതന കാലത്തുള്ള ആചാര്യന്മാരും വേദങ്ങളും ശാസ്ത്രങ്ങളും ഇന്നത്തെ കാലത്തെ ആചാര്യന്മാരും എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും അംഗീകരിക്കാത്ത ഇരിക്കുന്ന ആളുകൾ അധികാരികളെ അംഗീകരിക്കാതിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയും. അവർക്കൊരിക്കലും ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകമായി.